ഇന്നത്തെ ചില പ്രധാന വാർത്തകൾ താഴെ കൊടുക്കുന്നു. കേരളം. ഇടമലക്കുടിയിൽ 131 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. മൂന്നാറിലെ ഒറ്റപ്പെട്ട ഗ്രാമമായ ഇടമലക്കുടിയിൽ 131 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. ഡിജിറ്റൽ സാക്ഷരതയിൽ കേരളം മുന്നിൽ. രാജ്യത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമായി കേരളം മാറി. അമ്മ സംഘടനയുടെ പുതിയ ഭാരവാഹികൾ. മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ തിരഞ്ഞെടുപ്പിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഹരിതകർമ്മസേന ഇടിമാലിന്യങ്ങളും ശേഖരിക്കും. പണം നൽകി ഇടിമാലിന്യങ്ങൾ ഹരിതകർമ്മസേന വഴി ശേഖരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഇന്ത്യ. ജമ്മു കശ്മീരിൽ മേഘവിസ്ഫോടനം. ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിലുണ്ടായ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും 40-ലധികം പേർ മരിച്ചു. 200-ലധികം പേരെ കാണാതായി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ചൈനയുമായി അതിർത്തി വ്യാപാരം പുനരാരംഭിക്കാൻ ചർച്ച. 5 വർഷത്തിനു ശേഷം ചൈനയുമായി അതിർത്തി വ്യാപാരം പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യ ചർച്ചകൾ തുടങ്ങി. പുതിയ നിയമ കോളേജുകൾക്ക് ബാർ കൗൺസിൽ വിലക്ക്. അടുത്ത 3 വർഷത്തേക്ക് പുതിയ നിയമ കോളേജുകൾക്ക് അനുമതി നൽകില്ലെന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അറിയിച്ചു. ലോകം. ട്രംപിന്റെ സമാധാന ചർച്ച. റഷ്യയുമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ട്രംപ് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം യുക്രൈൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് സൂചിപ്പിച്ചു. പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനിടെ ആക്രമണം. പാകിസ്ഥാൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനിടെ കറാച്ചിയിലുണ്ടായ ആക്രമണത്തിൽ 3 പേർ മരിക്കുകയും 60-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സുഡാനിൽ കോളറ രോഗം വ്യാപിക്കുന്നു. സുഡാനിൽ കോളറ രോഗം വ്യാപകമായതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 40 പേർ മരിച്ചു.